കാർത്തികേയൻ മണി ഡയറക്ട് ചെയ്ത് സത്യരാജ്, കാളി വെങ്കട്ട്, ഷെർലി തുടങ്ങിയവർ അഭിനയിച്ച മെഡ്രാസ് മാറ്റിനി എന്നൊരു കൊച്ചു സിനിമയാണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും അവരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ലൈഫുമാണ് സിനിമ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ സത്യരാജ് എന്ന കഥാപാത്രം ഒരു റൈറ്ററാണ്. പുള്ളി ഈ സൂപ്പർ പവറും ഏലിയൻ അങ്ങനത്തെ ഐറ്റംസുമായിട്ടുള്ള കഥകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ നരേഷനിലൂടെ, വ്യത്യസ്ത നരേഷനിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകൾ എടുക്കുന്നത്, മിഡിൽ ക്ലാസ് ലൈഫിനുമായിട്ട് അവരുടെ കഥ എടുത്തൂടെ എന്ന് ഒരാൾ ചോദിക്കുന്നതും, അവരുടെ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? നോ അഡ്വഞ്ചർ, നോ ഫാന്റസി. അന്നേരമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന ഒരു ബാറിൽ കണ്ണൻ ഉള്ളൊരു ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടുന്നു. അതുവരെ മദ്യപിക്കാത്ത കണ്ണൻ ഇന്ന് എന്തുകൊണ്ടാണ് മദ്യപിച്ചത്? പിന്നീട് അതിന് കുറച്ച് മുന്നും അവൻ്റെ ചെറുപ്പകാലം തൊട്ടും, അതായത് പാസ്റ്റ്, പ്രസന്റ്, അങ്ങനെ ഒരു രീതിയിൽ അവരുടെ ഒരു കൊച്ചു ഫാമിലി, അച്ഛൻ, അമ്മ, 2 മക്കൾ, ഒരു നായ്ക്കുട്ടി അടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലിയും അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് പൊതുവെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമുക്ക് തീർത്തും എങ്ങും കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു കഥ. അത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് വൈസ് നന്നായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അനുഭവിച്ചു വരുന്ന ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നാലും, എന്തൊക്കെ ഇങ്ങനെ കഷ്ടതകൾ ഇങ്ങനെ വന്നാലും അവര് അതിനെ എടുക്കുന്ന രീതി, അതൊക്കെ ഇതിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. കാരണം വലിയ സന്തോഷങ്ങളല്ല, ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാവും, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കുക. ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ മിഡിൽ ക്ലാസ് ലൈഫിനെ പുച്ഛിച്ച് തള്ളിയ ഒരു റൈറ്റർ അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, മിഡിൽ ക്ലാസ് ലൈഫ് വാട്ട് ആൻ അഡ്വഞ്ചറസ് എന്ന് പറയുന്ന ഒരു. തീർച്ചയായും നമ്മുടെ ലൈഫൊക്കെ മൊത്തം ഒരു അഡ്വഞ്ചറസ് ആണ്. എന്തൊക്കെ സംഭവിക്കും നമുക്ക് തന്നെ അറിയാഞ്ഞൂടാ, നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു അറിഞ്ഞൂടാ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് മെഡ്രാസ് മാറ്റിനി എന്ന് പറയുന്നത്. പെർഫോമൻസ് വൈസ് എല്ലാവരും കിട്ടില്ലായിരുന്നു. കാളി വെങ്കട്ടൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നല്ലൊരു ആക്ടറാണ്. പുള്ളി നല്ല രീതിയിൽ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് എനിക്ക് സത്യരാജിന്റെ നരേഷനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിംപ്ലി നിങ്ങൾ കൂളായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു ഡീസൻറ്റ് മൂവിയാണ് മെഡ്രാസ് മാറ്റിനി. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.